സാലറി ഒന്ന് നാട്ടിലായിട്ട് അയച്ചിട്ട് വരാം. അങ്ങനെ സാലറിയൊക്കെ കിട്ടി. ആ സാലറി കിട്ടിയതിൻ്റെ ഒരു വീതം വീട്ടിലേക്ക് അയക്കാൻ പോകുന്ന പോക്കാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഇത് മാത്രമല്ല, വേറൊരു സർപ്രൈസ് കൂടിയുണ്ട്. സർപ്രൈസ് നിങ്ങൾക്കല്ല, എനിക്കാണ്. കഴിഞ്ഞ 2-3 മാസമായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ഫോൺ എടുക്കണമെന്ന്. അതിനുവേണ്ടി കുറച്ച് പൈസയൊക്കെ ഞാൻ കൂട്ടിവെച്ചു. അങ്ങനെ കൂട്ടിവെച്ച് ഫോൺ എടുക്കാൻ ചെയ്യുന്ന സമയത്ത് ആകപ്പാടെ അടപടലം 3G പോയി ഗ്യാസ്. കാരണം ഞാൻ ഉദ്ദേശിച്ച ആ ഒരു മോഡൽ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഫോൺ എടുത്തില്ലേ, അതോ ഫോൺ എടുത്തോ? ഇങ്ങനൊരു കൺഫ്യൂഷനിലിരിക്കുകയാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട, ഞാൻ ഫോൺ എടുത്തിട്ടില്ല. ഫോണേ എടുക്കാത്തുള്ളൂ, അതിൻ്റെ കൂടെ വേറൊരു സംഭവം നമ്മൾ എടുത്തിട്ടുണ്ട്. അത് വീഡിയോ പുറകെ വരുന്നുണ്ട്, നിങ്ങൾ ലാസ്റ്റ് വരെ കാണണം. എൻ്റെ പൊന്നു മക്കളെ, ഈ ചൂടത്ത് ഔട്ട്ഡോർ വർക്ക് ചെയ്യുന്നവരെ ഞാൻ കാല് തൊട്ട് വണങ്ങാം. ഞാനിപ്പോൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 5-10 മിനിറ്റ് അത്രേ ആയിട്ടുള്ളൂ. ഞാൻ വല്ലാണ്ടങ്ങ് ക്ഷീണിച്ചെന്ന് പറഞ്ഞാൽ ഒരു വിയർപ്പോ ഒരു ഉഷ്ണമോ എന്തോ അത് പറയാൻ പറ്റാത്തൊരു രീതിയിലുള്ള ചൂടാണ്. പിന്നെ ദുബായിലെ ചൂട് നിങ്ങൾക്ക് പറയണ്ടല്ലോ. ചൂടെന്ന് പറഞ്ഞാൽ ഒരു വൃത്തികെട്ട ചൂട്, അതിൻ്റെ കൂടെ കുറേ പൊടിക്കാറ്റ്, നമ്മളങ്ങ് വല്ലാണ്ടായി പോകുന്ന ഒരവസ്ഥയാണ്. നമ്മൾ ഈ കാൽനടക്കാർക്കാണ് ദുബായിലെ ഏറ്റവും വലിയൊരു അംഗീകാരം കിട്ടുന്നത്. കാരണം എന്താണെന്നറിയോ? നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഏത് വലിയ രാജാവാണെങ്കിലും അവിടെ സ്റ്റോപ്പ് ചെയ്യും. കാരണം സീബ്ര ക്രോസ് ഉള്ളതുകൊണ്ട് നടന്നു പോകുന്ന ആൾക്കാർക്കാണ് ഫസ്റ്റ് ഇവിടെ മുൻഗണന. സാധാരണ എല്ലാവർക്കും സാലറി കിട്ടിയ ഒരു മാസത്തിൻ്റെ പകുതിയെങ്കിലും അവരുടെ കയ്യിൽ സാലറിയുടെ കുറച്ചെങ്കിലും കാണും. എൻ്റെ കൈ ഓട്ടക്കായ ആയതുകൊണ്ട് വല്ലതും ആണോ ഇനി ഒന്നും നിൽക്കാത്തത്? അങ്ങനെ വരാൻ വഴിയില്ല. നോക്കാം. അങ്ങനെ സാലറിയൊക്കെ അയച്ച് നമ്മൾ നേരെ പോകുന്നത് ലുലുവിലേക്കാണ്. ലുലു നമ്മുടെ തറവാടാണല്ലോ, നമുക്കൊരിക്കലും വിട്ടുപിരിയാൻ പറ്റാത്തൊരു ബന്ധം ലുലുവായിട്ടുള്ളത് കൊണ്ട് നമ്മൾ ലുലുവിലേക്ക് തന്നെ പോയി. ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ, കാരണം ഞാൻ ആഗ്രഹിച്ച സാധനം ഇവിടെയാണ്, ലുലുവിലാണുള്ളത്. വേറെ കുറേ സ്ഥലത്ത് ഞാൻ അന്വേഷിച്ചു, പക്ഷേ ആ ഒരു സാധനം കിട്ടില്ല. ഇവനാണ് ഞാൻ പറഞ്ഞ താരം. അങ്ങനെ വാങ്ങിക്കാൻ ആഗ്രഹിച്ച ഹെഡ്സെറ്റും വാങ്ങിച്ചുകൊണ്ട് ഞാൻ ബില്ലടിക്കാൻ പോവുകയാണ്. അങ്ങനെ ബില്ലൊക്കെ അടിച്ചു, സാധനം പാക്ക് ചെയ്ത് അവരെൻ്റെ കയ്യിലേക്ക് തന്നു. അത് ബില്ലടിച്ച് കഴിഞ്ഞപ്പോഴായിരുന്നു, അതുവരെ ഞാൻ മുൻപും പിൻപും ഒന്നും ആലോചിച്ചില്ല കേട്ടോ. എന്തായാലും വാങ്ങിക്കണം, കാരണം ഫോൺ വാങ്ങിക്കാൻ പറ്റിയില്ല, ഞാൻ ആഗ്രഹിച്ച സാധനം ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഒരു ഹെഡ്സെറ്റ് വാങ്ങിച്ചേക്കാമെന്ന് വിചാരിച്ചു. വലിയ വിലയൊന്നും ആയില്ല, എന്നാൽ കുറച്ച് വിലയായി. ആ ഒരു എമൗണ്ടിന് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു. അതല്ല രസം, നമുക്ക് ലുലുവിൽ നിന്ന് ഇത്രയും രൂപയുടെ ഒരു സാധനം പർച്ചേസ് ചെയ്തപ്പോൾ ഒരു 99 ദിറംസിൻ്റെ ഒരു വൗച്ചറും കൂടെ കിട്ടി. AC ഇറങ്ങിയിട്ട് കണ്ണ് കാണാൻ വയ്യ ഗൈസ്. ഞാൻ 99 ദിറംസ് കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാം. ലുലുക്കാരുടെ ഒരു കാര്യം. ഇതിൻ്റെ ഈ ഹെഡ്സെറ്റിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ എൻ്റെ ഷോർട്സിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കാണണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.